അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം ഉച്ചയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സഹകരണനഗറിലുള്ള നന്ദന പാലസിലാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ കഴിക്കാൻ വരുന്ന വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നല്ലൊരു റെസ്റ്റോറൻ്റാണ്, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ്. പക്ഷേ ഞങ്ങൾ വെജിറ്റേറിയൻ ആണ് ഓർഡർ ചെയ്യുന്നത്. പുറത്ത് പോകുമ്പം മിക്കവാറും ഇവിടെയൊക്കെ ഞങ്ങൾ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡും നല്ല ടേസ്റ്റാണ്. എന്താ പറയുന്നത്, പനീറും കോളിഫ്ലവറിൻ്റെ സംഭവങ്ങളും എല്ലാം നല്ല ടേസ്റ്റാണ്. ഞങ്ങളെ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കിടന്നിട്ട് വീണ്ടും ഞാൻ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു വീണ്ടും. കാരണം ഇന്നലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം വീണ്ടും ഇപ്പം പോയി ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പോകുന്നത് ഓറിയൻ മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്കിനും ശ്രീഹരിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ശ്രീഹരിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഫിനിക്സിൽ ചെന്നപ്പോഴത്തേനും അപ്പോൾ എനിക്ക് മാത്രമേ എടുത്തുള്ളായിരുന്നു. അപ്പം ശ്രീഹരിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട് ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഓറിയൻ മോൾ പോകാമെന്ന് വെച്ചാൽ അവിടെ ആകുമ്പം ഈ സമയത്ത് നല്ല രസമായിരിക്കും. ഒരു വൈകുന്നേര സമയത്ത് ഓറിയൻ മോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് ഓറിയൻ മോൾ. അവിടെ ഒരു പ്രത്യേക ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെന്താണ്, ഇന്ന് ഫുൾ പുറത്താണ്. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലുതായിട്ടൊന്നും ഉപ്മാവ് ഉണ്ടാക്കി, അല്ലാതെ വേറൊന്നും ഇന്ന് കുക്കിംഗ് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇനി രാത്രി എന്തെങ്കിലും ദോശ മാവിരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്കിനി ഓറിയൻ മോളിൽ പോകാം. എന്നിട്ട് എന്താ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ ഓറിയൻ മോളിൽ പോയിട്ട്. കുറേ നാളായി ഓറിയൻ മോളിൽ പോയിട്ട്. ഓറിയൻ മോളിൽ പോയി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇപ്പം കുറേ നാൾ കൂടി, എനിക്കൊന്ന് ഏകദേശം 1 കൊല്ലത്തിൽ കൂടുതലായിട്ടാണ് ഞങ്ങൾ പോയിട്ട്. നമുക്ക് അവിടെ പോവാം.
ന്യൂസിലാൻഡിലെ പോലെ. ചെറി ബ്ലോസം നമസ്കാരം എന്നാണെന്ന് തോന്നുന്നു. നല്ല തിരക്കാ. ചായ കുടിച്ചിട്ട് വാപ്പ സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ ഡ്രസ് അവിടെ നമുക്ക് ഇവിടുത്തെ ഹോം സെന്ററിലും കൂടെ കയറിയാലോ. ഓ, ഇവിടുന്ന് കടകളൊക്കെ ഒഴിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് കുറെ നാളായില്ലേ ഇവിടെ വന്നിട്ട്. ടോയ് ട്രെയിൻ. കടകളൊക്കെ ഒഴിപ്പിച്ചെന്ന് തോന്നില്ലേ? മറ്റേത് അവിടൊക്കെ കട്ടിക്കാത്തിട്ട് ഉണ്ടായിരുന്നല്ലോ. ഫുഡിന്റെ കടകളൊക്കെ ഒഴിപ്പിച്ചു ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം വെക്കേഷൻ അല്ലേ. മൈൻസ് LED സ്പേസ് ഷിപ്പ്. ഇപ്പം വെക്കേഷൻ അല്ലേ. ആ, ഹട്ടിക്കാപ്പിക്ക് ഉണ്ട് കേട്ടോ. സോറി.
ഇടുക്കാക്കി കളഞ്ഞു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ചുമ്മാ പിള്ളേരിങ്ങനെ ഇതിൽ കൂടെ ചാടും. പറ്റുന്നില്ല, നല്ല തിരക്ക്. ഇരിക്കാൻ തോന്നുന്നു എനിക്ക്. ഇരിക്കാൻ സ്ഥലമില്ല. ഭയങ്കര തിരക്കായതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. നോക്കിക്കേ. ഞായറാഴ്ചയായിട്ട് ഇത്രയും തിരക്ക് ഇവിടെ. നമ്മൾ സാധാരണ ശനിയാഴ്ചകളിൽ ഇവിടെ വരുന്നതാണ്, അപ്പം അത്ര തിരക്ക് കാണത്തില്ല. പക്ഷെ നല്ല രസം ഇവിടെ ഇരിക്കാനല്ലേ. ഇവിടെ തിരക്ക് കുറഞ്ഞിരുന്നില്ലേ. രാത്രിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ, രാത്രി നമ്മളിവിടെ വന്നിട്ടേ ഇല്ല. കുറച്ചുകൂടെ നല്ല ഭംഗിയാണ് രാത്രി വന്നു കഴിഞ്ഞാൽ. ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മളെന്താ ഇവിടെ വരാത്തത്? ക്രിസ്മസ് ഇവിടെ ഭയങ്കര ഭംഗി. കഴിഞ്ഞ അവിടെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ പിന്നെ പോകാൻ തോന്നി. അപ്പൊ രാമേശ്വരം കസ്
പോകാമെന്നോ? അങ്ങനെ അങ്ങനെ ഈ ഞായറാഴ്ചയും കടന്നുപോയി. ഇനി ഒരു പ്രാവശ്യം അവിടത്തേക്ക് തന്നെ പോയല്ലോ. വാ. ഹായ്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് വെട്ടത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് വലിയ മൂഡില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് പുറത്തു പോയി ഫുഡ് കഴിച്ചതും. പിന്നെ ചുമ്മാ ഓറിയോണിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളായെന്ന്, ഏകദേശം ഒരു കൊല്ലത്തോളം ആയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഓറിയോൺ മോളിൽ പോയിട്ട്. ഞങ്ങൾക്ക് ഇഷ്ടം അവിടെ പോകുന്നത്, കാരണം അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങൾ കുറേ നേരം ഇരുന്നു. പിന്നെന്താണ്, അവിടെ ഇപ്പം ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കൂടുതലും ഇത്രയും തിരക്കും കാര്യങ്ങളും ഒക്കെ വന്നത്. അല്ലെങ്കിലും തിരക്കുണ്ട്, എന്നാലും ഭയങ്കരമായ ഒരു തിരക്കും. പിന്നെ ഇപ്പം വെക്കേഷനല്ലേ പിള്ളേർക്ക്, അപ്പം ഞായറാഴ്ചയും പിള്ളേർക്ക് വെക്കേഷനും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും കൂടുതലും ഇവർ വരും. ഒത്തിരി എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു പിള്ളേരുടെയും എല്ലാമായിട്ട്. അതുകൊണ്ട് ഒരു കൺജഷൻ ഫീൽ അവിടെ തോന്നിയിരുന്നു. മറ്റേത് ഭയങ്കര ആ ഒരു ആക്ടിവിറ്റീസ് അങ്ങനെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സുഖം തോന്നിയില്ല. നേരത്തെ പോകുമ്പോൾ അവിടെ അത്രയൊക്കെ ഫ്രീ ആയിട്ട് നല്ല രസം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയൊക്കെ ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പം അവിടെ ഇരിക്കാൻ നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല ഒരു 4 മണി വെയിലൊക്കെ ആറിയ സമയത്ത് ഒരു 4 മണി 5 മണി സമയത്ത് ഇരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അവിടെ നൈറ്റും കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ നൈറ്റ് പോയിട്ടില്ല. രാത്രി സമയത്തൊന്നും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പ്ലേസാണ് ഈ ഓറിയോൺ മോള്. ഓറിയോൺ മോളിലെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ശ്രീഹരിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചിങ്ങ് പോകുന്നു. പിന്നെ രാത്രിയിൽ അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു, ദോശ ഇട്ട് കഴിക്കുകയായിരുന്നു. ഞാൻ വന്ന ഉടനെ തന്നെ പുറത്തുനിന്ന് ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചു. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചെങ്കിലും ഞാൻ സ്വീറ്റ്സ് ഒന്നും കഴിച്ചില്ല. കാരണം ഞാനിപ്പോൾ ഞായറാഴ്ചയും ചെറിയ തോതിലൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെ എടുക്കുന്നുണ്ട്. കാരണം അതങ്ങനെ വിട്ട് കളഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അപ്പോൾ ഞായറാഴ്ച ഞാൻ അതുകൊണ്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ അങ്ങനെ ഇന്നത്തെ സൺഡേ അങ്ങനെ ഒരു ഞായറാഴ്ചയും കൂടെ അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇനിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.